പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവ സന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഇന്ന് പകലിൽ ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ ചെയ്തുവല്ലോ. പ്രത്യേകിച്ച് വയനാടിൽ ഏകദേശം 200-നടുത്ത് ജനങ്ങളെ മരണം വഴിയായി മാറ്റപ്പെട്ടു. കുറ്റവരുടെ നഷ്ടപ്പെട്ടു ദുഃഖത്തിലും ഭാരത്തിലും പ്രയാസത്തിലുമായിരുന്ന ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഈ പകലിൽ നമുക്ക് കൃപ ചെയ്തുവല്ലോ. പ്രാർത്ഥനയെ കുറിച്ചുള്ള ഒരു ചിന്ത നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഹക്കല്യാവിന്റെ മകനായ നെഹമ്യാവിന്റെ ചരിത്രം. 20-ാം ആണ്ടിൽ കിസ്ലോവ് മാസത്തിൽ ഞാൻ ശൂശാൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്നും ചില പുരുഷന്മാരും വന്ന് ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്നും തെറ്റി ഒഴിഞ്ഞു പോയ യഹൂദന്മാരെ കുറിച്ചും യെരുശലേമിനെ കുറിച്ചും ചോദിച്ചു. അതിന് അവർ എന്നോട് പ്രവാസത്തിൽ നിന്നും തെറ്റി ഒഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീവച്ചും ചുറ്റും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞെന്തെന്നാൽ, അപ്പോൾ ഇവിടെ സ്വന്തം ജനത്തിന്റെ ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും അറിഞ്ഞപ്പോൾ ദൈവസന്നിധിയിൽ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും കരയുവാനും ഒക്കെയുള്ള ഒരു മനസ്സ് നെഹമ്യാവിനുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പലർക്കും മറ്റുള്ളവരുടെ ദുഃഖങ്ങളോ ഭാരങ്ങളോ പ്രയാസങ്ങളോ കേൾക്കുവാനോ അതിനെക്കുറിച്ച് കേട്ടിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള മനസ്സില്ലാതെ സെൽഫിഷായി സ്വസ്നേഹികളായി ജനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അന്ത്യകാലത്ത് ജനങ്ങൾ അങ്ങനെ ആയിരിക്കുമെന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്ത്യകാലത്തിന്റെ ഒടുവിലത്തെ നിമിഷങ്ങളിലാണ് ദൈവമക്കളെ നമ്മൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കർത്താവിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുവാൻ, മറ്റുള്ളവരെ കണ്ണുനീരൊപ്പുവാൻ, മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ കൂടെ ഇരിക്കും. ഇദ്ദേഹം ഇവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച വിഷയം ഇങ്ങനെയാണ്: ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചു ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞു എന്തെന്നാൽ, സ്വർഗത്തിലെ ദൈവമായ യഹോവേ, അങ്ങയെ സ്നേഹിച്ച് അങ്ങയുടെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ. അപ്പോ ഈ ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണെന്നും ആ ദൈവത്തിന്റെ സന്നിധിയിൽ എങ്ങനെ ആയിരിക്കണമെന്നും എല്ലാം ഈ ദൈവപ്രത്യേകൻ അറിയാം. അത് വെച്ചുകൊണ്ട് താൻ പറയുകയാണ്, സ്വർഗത്തിലെ ദൈവമായ യഹോവേ, അങ്ങയെ സ്നേഹിച്ച് അങ്ങയുടെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ, അങ്ങയുടെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും അങ്ങയുടെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് അങ്ങയുടെ ചെവി ശ്രദ്ധിച്ചും അങ്ങയുടെ കണ്ണ് തുറന്നും ഇരിക്കണമേ. ഞാനും എന്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളത്വമായി പ്രവർത്തിച്ചിരിക്കുന്നു. നിന്റെ ദാസനായ മോശയോട് നീ കൽപ്പിച്ച കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഞങ്ങൾ പ്രമാണിച്ചിട്ടുമില്ല. നിങ്ങൾ ദ്രോഹം ചെയ്താൽ ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ചു കളയും. എന്നാൽ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് എന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവയെ അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഭ്രഷ്ടന്മാർ ആകാശത്തിന്റെ അറുതി വരെയും ആയിരുന്നാലും എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്നും അവരെ ശേഖരിച്ച് എന്റെ നാമം സ്ഥാപിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരും എന്ന് നിന്റെ ദാസനായ മോശയോട് നീ അരുളി ചെയ്ത വചനം ഓർക്കണമേ. ഇത് കേൾക്കുന്ന ദൈവമക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ദൈവം പറഞ്ഞ കാര്യമാണ്. ദൈവം വാക്ക് പറഞ്ഞാൽ വാക്ക് മാറത്തല്ല. ദൈവം വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ട് അന്നും ഇന്നും ദൈവം ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അതിന് ഒരിക്കലും മാറ്റമില്ല. ദൈവം ന്യായപ്രമാണത്തെ മാറ്റി എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. അവർക്ക് തിരുവചനം അറിയാത്ത കൊണ്ടാണ്. ദൈവം ഒരിക്കലും തന്നെ ന്യായപ്രമാണത്തെ മാറ്റിയിട്ടില്ല. ദൈവത്തിന്റെ നിയമം എന്നും എന്നും നിലനിൽക്കുന്ന വചനമാണ്. അതിനൊരിക്കലും മാറ്റമില്ല. മാറേണ്ടത് നമ്മളാണ്.
നമ്മുടെ സ്വഭാവത്തിനാണ് മാറ്റം വരേണ്ടത്. വാക്ക് പറഞ്ഞാൽ വാക്ക് മാറാത്ത വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം അന്നും ഇന്നും ജീവിക്കുന്നു. എന്നാൽ ഇത് കാര്യം മനസ്സിലാക്കണം. ഇദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ കുഴപ്പം കൊണ്ടാണ് ഞങ്ങളിപ്പോൾ അന്യരാജ്യത്ത് വന്നിരിക്കുകയാണ്, ബാബിലോണിൽ അഥവാ ഇറാഖിൽ തെറ്റിപ്പോയി അവിടെ വന്ന് അടിമകളായിട്ട് ജോലി ചെയ്യേണ്ട സാഹചര്യം വന്ന് എന്തുകൊണ്ട് വെച്ചാൽ ദൈവസന്നിധിയിൽ മോശയ്ക്ക് ദൈവം കൊടുത്ത കൽപ്പന ഇവരനുസരിച്ചില്ല. ദൈവം കൽപ്പന കൊടുത്ത് കൽപ്പന അനുസരിക്കാതിരുന്നപ്പോൾ നിന്നെ ചിഹ്നിച്ചു കളയും, ലോകത്ത് ചിതറിച്ചു കളയും എന്ന് പറഞ്ഞ് ചിതറിക്കുവാനായി തീർന്നു. പല പ്രാവശ്യം ഇങ്ങനെ ദൈവം ചിതറിച്ചിട്ടുണ്ട്, പല പ്രാവശ്യം. ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ എപ്പോഴൊക്കെ ഇവർ അനുസരണക്കേട് കാണിക്കുന്നു അപ്പോഴൊക്കെ ശത്രു രാജാക്കന്മാരെ ഇളക്കി കൊണ്ടുവന്ന് ഇവരെ തകർത്ത് തരിപ്പണമാക്കിയ സാഹചര്യങ്ങൾ പലപ്പോഴുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ കാണുന്നത് ഇവരെ രക്ഷിക്കുവാൻ, ഇവരെങ്ങനെ ആയിരിക്കണമെന്ന് കാണിച്ചു കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനെ തന്നെ അയച്ചു, യേശു ക്രിസ്തുവിനെ അയച്ചു. മശിഹ ഈ ഭൂമിയിൽ വന്നു, ജനത്തോടു കൂടെ വസിച്ചു. 33.5 വർഷക്കാലം എങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കണമെന്ന് ജീവിച്ച് കാണിച്ചു കൊടുത്ത്. പക്ഷെ ആ യേശുവിനെയും ഇവര് ക്രൂശിക്കുവാനിടയായിത്തീർന്നു. അന്ന് ക്രൂശിച്ചപ്പോൾ അന്നത്തെ ജഡ്ജിയായിരിക്കുന്ന, അന്നത്തെ പ്രധാനിയായിരിക്കുന്ന പീലാത്തോസ് വെള്ളമെടുത്ത് കൈ കഴുകിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അന്ന് അവന് പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്ത ആ ജനം ചിതറിക്കപ്പെട്ടവരുടെ രാജ്യം നഷ്ടപ്പെട്ടു. ഏകദേശം 2000 വർഷത്തോളം രാജ്യമില്ലാതെ ലോകം മുഴുവൻ ചിതറി പാർക്കേണ്ട സ്ഥിതി അവർക്കുണ്ടായി. അങ്ങനെ അവർ ഈ കൊച്ചി പട്ടണത്തിലും അതേ ഫോർട്ട് കൊച്ചിയില്, അവർ മട്ടാഞ്ചേരിയില്, കൊടുങ്ങല്ലൂര് എന്ന് വേണ്ട ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളില് അവർ വന്ന് ചിതറി പാർക്കേണ്ട സ്ഥിതി ഉണ്ടായി. ജർമ്മനിയിൽ 10 ലക്ഷത്തോളം യഹൂദന്മാരെ ഗ്യാസ് ചേമ്പറിൽ നശിപ്പിച്ച കാര്യം നമുക്ക് ചരിത്രത്തിൽ അറിയാമല്ലോ. അങ്ങനെ ചിതറിപ്പോയ ജനത്തെ വീണ്ടും അവർ മാനസാന്തരപ്പെട്ടപ്പോൾ, അവർ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ അവരെ മടക്കി വരുത്തി. ഇപ്പോൾ അവർക്ക് രാജ്യമുണ്ട്. നമ്മുടെ കേരളത്തിൽ അത്രയും പോലും ഇല്ലാത്ത ആ രാജ്യത്ത് താമസിക്കുന്ന ഇസ്രായേൽ ജനത്തെ ഇന്ന് ലോകം മുഴുവൻ ഭയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ലോകം 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് പുറപ്പെടുമോ എന്ന് ജനങ്ങള് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലോകം മുഴുവൻ ഭയപ്പെടുവാൻ ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്തിയപ്പോൾ യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും അവിടെ ഇവിടെ ഉണ്ടാകുമ്പോൾ ഓർത്തുകൊള്ളുവീൻ, ഞാൻ പടി വാതക്കൽ എത്തിയിരിക്കുന്നു. ഇതാ ഉരുൾപൊട്ടലിൽ എത്രയോ പേര് നഷ്ടപ്പെട്ടു. അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗത്ത്, ഇന്ത്യയിൽ തന്നെ യുപിയിൽ മറ്റ് പല പ്രദേശത്തും ഇതിനു മുമ്പും പല പ്രാവശ്യം ഇതുപോലെയൊക്കെ സംഭവിച്ചിരിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ ഓർത്തുകൊള്ളേണ്ടത് കർത്താവിന്റെ വരവാണ്. തന്റെ ജനം തന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുക, തന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി അവരുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടുതിരിഞ്ഞ് ദേശത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദേശത്തിന് സൗഖ്യം കൊടുക്കും. നമ്മൾ ഇന്ന് ഉപവാസവും പ്രാർത്ഥനയോടും നമ്മുടെ രാജ്യത്തിന് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഓർത്ത് ദൈവത്തിന് പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് കൃപ കൊടുത്തല്ലോ. ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കളെ, നമ്മൾ അറിയേണ്ട കാര്യങ്ങള്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങള് കർത്താവ് പറഞ്ഞാൽ പറഞ്ഞതുപോലെ പ്രവർത്തിക്കും. അപ്പോൾ ദൈവസന്നിധിയിൽ ജനങ്ങൾ മാനസാന്തരപ്പെട്ട് കാര്യങ്ങളെ ഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം പ്രവർത്തിക്കും. ഇതറിയാവുന്ന വ്യക്തിയാണ് നെഹമ്യാവ്. ഇതറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു ദാനിയേൽ. ദാനിയേൽ പിടിക്കപ്പെട്ട് രാജകുമാരനാണെങ്കിലും ഇപ്പോൾ രാജാവിന്റെ കൊട്ടാരത്തിൽ ജോലിക്കാരനായി കഴിയുകയാണ്. അവിടെ വന്നപ്പോൾ ഒരു ദിവസം ഈവൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുകയാണ്. എങ്ങോട്ട്? യെരുശലേമിന്റെ നേരെ തന്റെ കിളിവാതിൽ തുറന്നിട്ട് മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ഈ ദാനിയേലിനെ സിംഹങ്ങളുടെ ഗുഹയിലിട്ട് അവനെ കൊല്ലുവാൻ തക്കോണം ആഗ്രഹിച്ചപ്പോൾ രാജാവ് അവനെ രക്ഷിക്കാൻ വേണ്ടി ഒത്തിരി ശ്രമിച്ചെങ്കിലും നടന്നില്ല. കൽപ്പന എഴുതിയതാണ്, പ്രമാണ ചട്ടപ്രകാരം നടന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് രേഖ എഴുതിയത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ സിംഹങ്ങളുടെ ഗുഹയിലേക്ക് ഈ ദാനിയേലിനെ തള്ളിക്കളഞ്ഞപ്പോൾ ദൈവത്തിന്റെ ദൂതൻ സിംഹങ്ങളുടെ ഗുഹയിൽ ദാനിയേൽ വീഴുന്നതിന് മുമ്പേ വന്ന് സിംഹങ്ങളുടെ വായ അടച്ചു എന്ന തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടുന്ന് രക്ഷിച്ചു കൊണ്ടുവരാൻ ഇടയായിത്തീർന്നത് എന്തുകൊണ്ടാണ് ദാനിയേൽ പ്രാർത്ഥിച്ചത്? താൻ പ്രവാസത്തിലായിരിക്കുന്നു. തന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ രാജാക്കന്മാരുടെ ഹൃദയത്തോട് അവർക്ക് മനസ്സിൽ തോന്നത്തക്കവണ്ണം ദൈവം ഇടപെടും, അവരെ രക്ഷിക്കുമെന്നല്ല ദൈവത്തിന്റെ വാഗ്ദത്തം പ്രമാണമുള്ളത് കൊണ്ട് ദാനിയേൽ അന്ന് പ്രാർത്ഥിച്ചത്. അതേ പ്രമാണം വെച്ചുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ നെഹമ്യാവും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എപ്പോഴാണ് മാനസാന്തരപ്പെട്ട് മനം തിരിഞ്ഞ് വന്നു കഴിഞ്ഞ് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ കണ്ണുനീർ കാണുന്ന ഒരു ദൈവമുണ്ട് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ ചുരുക്കി പറയട്ടെ, നമ്മുടെ മുമ്പിൽ അധികം സമയമില്ലല്ലോ. ഇതേ ഇങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് രാജാവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ചരിത്രം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 2-ാം അധ്യായത്തിന്റെ 1 മുതൽ. അർത്തഹ്ശ രാജാവിന്റെ 20-ാം ആണ്ടിൽ നീസാൻ മാസത്തിൽ ഞാൻ ഒരിക്കൽ രാജാവിന്റെ മുമ്പാകെ ഇരുന്ന് വീഞ്ഞെടുത്ത് അവന് കൊടുത്തു.
ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും അവന്റെ സന്നിധിയിൽ കുണ്ഠിതനായിരുന്നിട്ടില്ല. രാജാവ് എന്നോട്, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? നിനക്ക് ദീനമൊന്നുമില്ലല്ലോ, ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ട് രാജാവിനോട്, രാജാവ് ദീർഘായുസ്സോടെ ഇരിക്കട്ടെ, എന്റെ പിതാക്കന്മാരുടെ കല്ലറകൾ ഉള്ള പട്ടണം ശൂന്യമായും അതിന്റെ വാതിലുകൾ തീ കൊണ്ടും ബന്ധം കിടക്കെ എന്റെ മുഖം വാടാതെ ഇരിക്കുന്നത് എങ്ങനെ? അപ്പോൾ തന്റെ മുഖം വാടിയിരിക്കുന്നത് തന്റെ ജനം മഹാകഷ്ടത്തിലായിരിക്കുന്നു, പ്രയാസത്തിലായിരിക്കുന്നു, അതുകൊണ്ടാണ് മുഖം വാടിയിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ഞാൻ പറയട്ടെ, ഇന്ന് നമ്മുടെ ജനമെന്ന് പറയുവാൻ, നമ്മുടെ സ്വന്തം എന്ന് പറയാൻ, നമ്മുടെ കണ്ണിൽ കാണുന്നവരെല്ലാം നമ്മുടെ ജനമാണെന്നാണ് യേശു പഠിപ്പിച്ചിരിക്കുന്നത്. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക. നിന്റെ സഹോദരൻ എന്ന് പറഞ്ഞാൽ കാണുന്ന ആരാണെങ്കിലും അവൻ നിന്റെ സഹോദരനാണ്. മനുഷ്യരെ എല്ലാവരെയും തന്നെ പോലെ സ്നേഹിക്കാനായിട്ട് അരുളി ചെയ്ത ഒരേ ഒരാൾ കർത്താവ് യേശു മാത്രമാണ്. ആ കർത്താവ് നമ്മുടെ ഉള്ളത്തിൽ വാസിക്കുമ്പോൾ നാശത്തിലേക്ക് പോകുന്ന ജീവിതങ്ങളെ രക്ഷിക്കുവാൻ, അവരെ പാപത്തിൽ നിന്ന് വലിച്ചെടുക്കുവാൻ, അവരെ രക്ഷിക്കുവാൻ തക്കോണം നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നാം ധൈര്യത്തോടെ മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഇരിക്കും. ഇവിടെ നെഹമ്യാവിന്റെ ചരിത്രം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നെഹമ്യാവ് ധൈര്യത്തോടുകൂടെ ദൈവത്തിന് വേണ്ടി നിന്നു. ദൈവസന്നിധിയിൽ അവൻ പ്രാർത്ഥിച്ചു. അവന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്ത് തന്റെ ജനത്തെ ഉദ്ധരിക്കുവാൻ, അവിടെ തകർന്നു കിടക്കുന്നതിനെ പണിയത്തക്കവണ്ണം, ഇവനെ പറഞ്ഞയക്കത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം കാര്യങ്ങൾ ക്രമീകരിച്ചായിട്ട് ഈ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു. ഈ ചില നിമിഷങ്ങൾ ദൈവമക്കൾ ചിന്തിക്കണമേ. പാപ വഴിയിലൂടെ ജീവിക്കുന്ന ജനങ്ങളെ രക്ഷിക്കുവാൻ തക്കോണം നമ്മൾ പരസ്യയോഗങ്ങളോ കൺവെൻഷനോ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അവിടുന്ന് ഇവിടുന്ന് കൂടെ നിൽക്കുന്നവരെ കാലുവാരും, പലരും നമുക്കെതിരെ തിരിയും, പല പല ദുർവർത്തമാനങ്ങൾ പറയും. എന്നാൽ അവിടെ ഒന്നും ഭാരപ്പെട്ടു പോകരുത്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവന്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മൾ തയ്യാറാകണം. ഇവിടെ ജനത്തെ രക്ഷിക്കുവാനായിട്ട് ഒരാൾ കടന്നു വന്നപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചെന്നറിയാമോ? 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, ഹോരോന്യനായ സൻബല്ലത്തും അമ്മോന്യനായ ദാസൻ തൊബിയാവും ഇത് കേട്ടപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഗുണം ചെയ്യുവാൻ ഒരാൾ വന്നത് അവർക്ക് ഏറ്റവും അനിഷ്ടമായി. കണ്ടോ? അപ്പൊ ചിലർക്ക് അനിഷ്ടമായി. നമ്മൾ കൺവെൻഷൻ നടത്തുന്നത് ചിലർക്ക് അനിഷ്ടമാണ്, പരസ്യവും നടത്തിയ ചിലർക്ക് അനിഷ്ടമാണ്, നമ്മൾ സ്റ്റാർ ഹോട്ടലിൽ ആരാധിക്കുന്ന ചിലർക്ക് അനിഷ്ടമാണ്. കാരണം അവർക്ക് അവരുടേതായ ചില കാഴ്ചപ്പാടുകളും കണക്കൂട്ടലുണ്ട്. അതിനനുസരിച്ച് നമ്മൾ പോകുന്നില്ല എങ്കിൽ അവർക്ക് അനിഷ്ടമാണ്. പക്ഷെ ഇങ്ങനെ അനിഷ്ടം തോന്നിക്കഴിഞ്ഞാലും അവരുടെ ഇഷ്ടത്തിനോ അവരുടെ തന്ത്രത്തിനോ അല്ല നമ്മൾ നിൽക്കേണ്ടത്. നമ്മൾ ദൈവത്തിന്റെ മുഖത്തേക്കാണ് നോക്കേണ്ടത്. ഇവിടെ നമ്മൾ നെഹമ്യാവിന്റെ ചരിത്രം വായിക്കുമ്പോൾ നെഹമ്യാവ് പറഞ്ഞ കാര്യങ്ങള് നെഹമ്യാവിന്റെ കൂടെയുള്ളവരനുസരിച്ചു. അവർ തോളോട് തോൾ ചേർന്ന് അവരുടേതായിരിക്കുന്ന ഓരോരുത്തരുടെ വീടിന്റെ വാതിൽ വച്ച് തകർന്നു കിടക്കുന്ന ആ മതിലുകള് അവർ ഓരോരുത്തരായി പണിഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയുന്ന ദൈവമക്കളെ, ഈ സഭയിലുള്ള ദൈവമക്കളെ, നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, നമ്മൾ ഒറ്റക്കെട്ടോടുകൂടി നിൽക്കുക. നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ ദൈവം നമ്മുടെ കയ്യിൽ പട്ടണത്തെ തരും. ഈ എറണാകുളം പട്ടണം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മയക്കുമരുന്ന് അടിമപ്പെട്ട് കുഞ്ഞുങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്, കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്, കുടുംബ ജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ രക്ഷിക്കുവാൻ, നേരായ പാതയിൽ നയിക്കുവാൻ, സത്യത്തിലേക്ക് അവരെ നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ ആ ഉത്തരവാദിത്വം, ആ ദൗത്യം ഏറ്റെടുത്ത് നമ്മൾ മുന്നേറുമ്പോൾ തടസ്സമുണ്ടാകത്തില്ലെന്ന് നമ്മൾ ചിന്തിക്കരുത്. അകത്തുനിന്നും പുറത്തുനിന്നും തടസ്സമുണ്ടാവും, പല വിധത്തിലുള്ള വാക്കുകൾ ഉണ്ടാവും. നമ്മളെ കുറ്റപ്പെടുത്തുന്ന, താഴ്ത്തിക്കെട്ടുന്ന, അപമാനിക്കുന്ന, നിന്ദിക്കുന്ന വാക്കുകൾ ഉണ്ടാകുമ്പോൾ ഒന്ന് മാത്രം നോക്കുക, നമ്മുടെ കർത്താവ് അപമാനിതനായി തീർന്നവനാണ്. നമ്മുടെ കർത്താവ് നിന്ദിക്കപ്പെട്ടതുപോലെ നമ്മൾ ആരും നിന്ദിക്കപ്പെടുന്നില്ല. കർത്താവ് നിന്ദിതനായി തീർന്നത് പോലെ അതിന്റെ ഒരു അംശം പോലും നമ്മൾ ആരും നിന്ദിതനായി തീരുന്നില്ല. അതുകൊണ്ട് ചില നിന്ദയുടെ വാക്കുകളോ പരിഹാസത്തിന്റെ വാക്കുകളോ ഇടിച്ചു കെട്ടുന്ന വാക്കുകളോ താഴ്ത്തിക്കെട്ടുന്ന വാക്കുകളോ കേൾക്കുമ്പോൾ അവിടെ ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ ധൈര്യത്തോടെ മുന്നോട്ട് വന്നപ്പോഴും നമുക്കിടയായി തീരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ ജോസ് മത്തായി പാസ്റ്റർ പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കേട്ട ദൈവവചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ നമുക്കൊന്ന് സ്തോത്രം. നാം ഈ വെള്ളിയാഴ്ച ഹല്ലേലൂയ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ പാദപീഠത്തിൽ നെഹമ്യാവിനെ കുറിച്ച് നാം കേട്ടു. തീ കൊണ്ട് വെന്തും കിടക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ രാജാവിന്റെ സന്നിധിയിൽ രാജ്യത്തെ ഓർത്ത് ആമെ ഉപവസിച്ച്
ആ മതിൽ പണിയുവാൻ ഇറങ്ങി പുറപ്പെട്ടു. രണ്ടാം അധ്യായത്തിനകത്തൊരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ നെഹെമ്യാവ് ഉടയപ്പെട്ട് കിടക്കുന്ന മതിലിന്റെ അരികിലേക്ക് കടന്നു ചെന്നു. അദ്ദേഹത്തിന്റെ വാഹനത്തിന് കടന്നു പോകുവാൻ പരിമിതികളുണ്ടായിരുന്നു. എങ്കിലും വലിയ വേദനയോടെ താൻ അതെല്ലാം നോക്കിക്കണ്ടു. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മോട് പറയുന്നത്, പല പരിമിതികളും നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പരിമിതികൾക്ക് അപ്പുറമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നാം കേട്ടു, നാം ഒരു പ്രവൃത്തി ചെയ്യുവാൻ ഒരുങ്ങുമ്പോൾ പലവിധമായ പ്രതിസന്ധികൾ മാറ്റിക്കളയുന്ന, മനസ്സുമടുപ്പിക്കുന്ന വാക്കുകൾ, പ്രവൃത്തികൾ, നമുക്കെതിരെ വിരോധമായി നിൽക്കുന്ന കാര്യങ്ങൾ, എന്നാൽ ഇന്ന് പകൽ അതിനപ്പുറമായി പരിശുദ്ധാത്മാവ് നമ്മെ ചേർത്ത് പിടിച്ച് ജയം നൽകി തരും. വിശ്വാസത്തോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ കൃപ വെളിപ്പെടേണ്ടതിനായി, ദൈവസാന്നിധ്യം കൂടെ ഇരിക്കേണ്ടതിനായി, പൂർവ്വമേനിയായി എല്ലാത്തിനും ഫലം കാണേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മഹാമനുഷ്യത്തിനും നിത്യമായിരിക്കുന്ന ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ പിന്നെയും ഏൽപ്പിക്കുന്നു. കൂടി വരുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി തന്നു, കാലാവസ്ഥയെ മനോഹരമാക്കി തന്നു. ദൈവമേ, ഇന്ന് പ്രഭാതം മുതൽ ഈ സമയം വരെ തിരുവാദപ്പെടുത്തിയെങ്കിലും നമ്മുടെ പ്രാർത്ഥിപ്പാൻ ദൈവം കൃപ നൽകി, ആരാധിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ ദാസനിലൂടെ വിലപ്പെട്ട ആലോചന ഞങ്ങൾക്ക് നൽകി തന്നു. കർത്താവേ, ഞങ്ങളെ ക്ഷീണിപ്പിക്കുന്ന, മടുപ്പിക്കുന്ന ഏത് പ്രശ്നങ്ങൾ വന്നാലും ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തീകരിപ്പാൻ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തുണ നിൽക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്ന കർത്താവേ, നെഹെമ്യാവിനെ പോലെ ഈ തകരുന്ന ജനത്തിന്റെ നടുവിൽ ഉടയുന്ന ഹൃദയവുമായി, കരയുന്ന കണ്ണുമായി, പ്രാർത്ഥിക്കുന്ന ഹൃദയവുമായി ദൈവരാജ്യത്തിനകത്ത് നിൽപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ആ നല്ല വചനത്തിന്റെ മുമ്പാകെ ഞങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവേ, ദാസനെ പിന്നെയും ബലപ്പെടുത്തണം, ശക്തീകരിക്കണം, ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം മാനിക്കണം. ഓരോരുത്തരെ ഒരിക്കൽ കൂടി ഏൽപ്പിക്കുന്ന കൃപയ്ക്കുള്ളിൽ പൊതിഞ്ഞാട്ട് തിരുക്കരങ്ങളിൽ പിന്നെയും ഞങ്ങൾ ജീവിപ്പാൻ, ദൈവത്തിന്റെ കരങ്ങൾ ഞങ്ങൾ പ്രാപിക്കുവാൻ, ദിവസങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകളും പ്രാപിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. കേട്ട് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, അനുദിനം നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്ത പരിശുദ്ധ കൂട്ടായ്മ, സംസർഗം, കാവല് നാം ഓരോരുത്തരോടും പ്രാർത്ഥിച്ച സകല വിഷയത്തോടും ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും സെപ്റ്റംബർ മാസം 12 മുതൽ 15 വരെ നടക്കേണ്ട സുവിശേഷ മഹായോഗത്തോടും ഇന്നും എന്നേക്കും കർത്താവിന്റെ വരവരെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. അർക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ.